ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗാലക്സി S23 അൾട്ര വഴിയുള്ളൊരു ക്യാമറ ടെസ്റ്റാണ്. ഓൾറെഡി തന്നെ ചാനലിൽ S24 അൾട്ര വഴി ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കതിൽ S23 അൾട്ര വഴിയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് S23 അൾട്ര വഴിയുള്ള ഒരു ക്യാമറ ടെസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3-4 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ 2 ഫീച്ചേഴ്സാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് പോർട്രേറ്റ് ടെസ്റ്റ്, അതിനൊക്കെ തന്നെ പ്രോ മോഡ് വീഡിയോ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ പോർട്രേറ്റ് ടെസ്റ്റ് നമ്മളിപ്പോൾ ആ ഒരു ഫ്ലവറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് റെഡി കാണിക്കുമ്പോൾ അത് ഫോക്കസ് ആയെന്നാണ്. ഇത്ര ഡിസ്റ്റൻസിൽ 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നാലേ ഫോക്കസ് ആകത്തുള്ളൂ. ഫോക്കസ് ആയതിനു ശേഷം അതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ കാണാം. ബറീഡ് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫ്ലവർ നല്ലൊരു ഡീപ്പ് ക്ലിയറിൽ തന്നെ എഡ്ജസ് ഒക്കെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ DSLR ക്യാമറ വഴിയൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി റിസൾട്ട് തന്നെ ഗാലക്സി S23 അൾട്ര പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ ഡീപ്പ് ക്ലിയറാണ്. അതിന് ഒരു ഫോട്ടോ സൈസ് തന്നെ 20 MB 16 MB മെഗാ പിക്സൽ സൈസാണ് വരുന്നത്. അപ്പം അതിൽ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചറാണ്, ഇതിൽ തന്നെ നമ്മൾ പോർട്രേറ്റ് ലെവലിൽ വരുന്ന വേറൊരു ഫീച്ചറാണ് കളർ പോയിന്റ് എന്ന്. കളർ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ആ വസ്തു ഫോക്കസ് ആയതിനു ശേഷം അതിൻ്റെ ഒറിജിനൽ കളർ ടോൺ അവിടെ കിട്ടുകയും ബാക്കി ബാക്ക്ഗ്രൗണ്ട് ബ്ലറീഡ് ആയിട്ട് വൈറ്റിഷ് ഒരു ഫോർമാറ്റിലൂടെ പോവുകയും ചെയ്യും. അത് വളരെ എടുത്തു പറയേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നിങ്ങൾ കാണാൻ തന്നെ അതും നല്ല രീതിയിൽ നല്ല ഫിനിഷിങ് തന്നെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ വർക്ക് ചെയ്യുന്ന അത്രത്തോളം പ്രൊഫഷണലായിട്ടാണ്. 8th ജനറേഷൻ പ്രോസസ്സറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോർട്രേറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അതിൽ പ്രോമോ ടെസ്റ്റാണ്. നമ്മൾ ഈ ലൈവായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മൾ ലൈവായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ അത് കൂടുതൽ അറിയാൻ പറ്റും. ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ പ്രോമോ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റുന്ന ടെസ്റ്റ് ഒരു ഓപ്ഷൻസാണ് ഈ ഗാലക്സി S23 അൾട്രയോട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. S24 അത് കണക്ക് തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഫ്ലവറിനെ ഫോക്കസ് ചെയ്യുന്ന 10x സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് വഴിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, അത് വൈറ്റിഷ് ഒരു ഇതിലാണ് നിൽക്കുന്നത്. കാര്യം വെച്ചാൽ അതിൻ്റെ കളർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. കളർ അതിനൊക്കെ തന്നെ സ്പീഡ് ISO ലെവലെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ DSLR ഇതിൻ്റെ മുന്നിൽ ഒന്നും അല്ലെന്ന് തന്നെ ഇവിടെ പറയാം. അമ്മാതിരി ക്ലാരിറ്റിയും അമ്മാതിരി പ്രൊഫഷണൽ ഫോട്ടോ റിസൾട്ടുമാണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്. ഒരു എക്സാമ്പിളാണ് ഈ വീഡിയോ കൂടെ ഞാൻ ഇപ്പോൾ ഇതിപ്പം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഷട്ടർ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ് മാനുവലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു കംഫർട്ടബിളായി തോന്നുന്ന ആ ഒരു ലൈറ്റിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ മെയിൻലി തന്നെ നോക്കുന്നത് വെച്ചാൽ ഞാൻ എന്താണോ ഫോക്കസ് ചെയ്യുന്ന ആ വസ്തുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഡാർക്കിഷ് ആയിട്ടിരിക്കുക. DSLR നമ്മൾ പ്രൊഫഷണൽ ക്യാമറയിലൊക്കെ എടുക്കുന്ന ആ രീതിയിൽ നമുക്ക് കറക്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അതിന് വേണ്ടി ISOയും ഷട്ടർ സ്പീഡൊക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡാർക്കിഷ് ഇതിലോട്ടാക്കുക. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യണ എന്താണോ അത് കുറച്ച് നല്ല ഒരു പ്രൊഫഷണൽ രീതിയിലോട്ട് നല്ല ലൈറ്റോടെ തന്നെ നമുക്ക് കിട്ടുകയും ബാക്ക്ഗ്രൗണ്ട് ഡാർക്കിഷ് മോഡിലോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഫോട്ടോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ISO ലെവലും ഷട്ടർ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഞാൻ ലൈറ്റ് ബാലൻസ് ഒരു 4800 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണിത്. അപ്പോൾ ഇത്രയും പ്രൊഫഷണലായ ആ ഒരു അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു മൈനൂട്ടുള്ള കാര്യം ഉണ്ടെങ്കിലും അത്ര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ആ ഫോട്ടോയുടെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് S23 അൾട്ര S24 അൾട്രയും പ്രൊഫഷണൽ രീതിയിൽ തന്നെ വീഡിയോയും ഫോട്ടോഗ്രാഫിക്കായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.